Indian Atheist Publishers presents ശബരിമല ചരിത്രത്തിന്റെയും നേരിന്റെയും ഉരകല്ലിൽ. ഇന്ത്യൻ അഥീസ്റ്റ് പബ്ലിഷേഴ്സ് ഈ പുസ്തകം 8 അധ്യായങ്ങളും 5 അനുബന്ധങ്ങളും ഉൾപ്പെടെ 13 ഭാഗങ്ങൾ ഓഡിയോ ബുക്കായി പ്രസിദ്ധീകരിക്കുന്നു. അധ്യായം 5. ശബരിമല ക്ഷേത്രവും ശാസ്താവും നൂറ്റാണ്ടുകളിലൂടെ. ശബരിമലയിലെ ദൈവത്തെപ്പറ്റിയുള്ള കഥകൾ പല നൂറ്റാണ്ടുകളിലൂടെ പല സ്ഥലങ്ങളിൽ കൂടി വളർന്നു വന്നതാണെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കാണുകയുണ്ടായി. ശബരിമല ക്ഷേത്രത്തിന്റെ പഴക്കത്തെപ്പറ്റിയും നൂറ്റാണ്ടുകളിലൂടെ അതിനുണ്ടായ മാറ്റങ്ങളെപ്പറ്റിയും ഈ അധ്യായത്തിൽ പരിശോധിക്കും. ശബരിമല ഭക്തന്മാർ ആ ക്ഷേത്രത്തിന് വളരെയേറെ പഴക്കം ഉണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. PR രാമവർമ്മ രാജ പറയുന്നു, കോട്ട്, ശബരിമലയും പമ്പയും പരസ്പരം അഭേദ്യങ്ങളായ ഘടകങ്ങളാണ്. ലോകത്തിൽ വെച്ച് ആദികാവ്യമെന്ന് സമ്മതിക്കപ്പെട്ടിരിക്കുന്ന രാമായണത്തിലെ വർണ്ണനകൾ ഈ പുണ്യസ്ഥാനങ്ങളെ ഐശ്വര്യ സങ്കേതങ്ങളായി ഹിന്ദുക്കൾക്ക് ഏറ്റവും ആരാധ്യങ്ങളാക്കി തീർത്തിട്ടുണ്ട്. ഇവയുടെ പുരാതന മഹാത്മ്യത്തെ വാൽമീകി മഹർഷി വർണ്ണിച്ചിരിക്കുന്നതെല്ലാം ഇവിടെ ഏറ്റവും സംഗതമാണ്. ശബരിമലയുടെ വാസത്താൽ പരിശുദ്ധമാക്കപ്പെട്ട മലയ്ക്ക് ശബരിമല എന്ന പേര് ലഭിച്ചു. ശബരി ഉള്ളാട ശാംഭവ വർഗത്തിൽപ്പെട്ടവളാണ്. വേടന്മാർ അല്ലെങ്കിൽ ഉള്ളാടന്മാർ എന്നറിയപ്പെടുന്ന ഈ വർഗക്കാർ കാട്ടുജാതികളിൽ ഒരു വിഭാഗമായി ഇക്കാലത്തും സഹ്യപർവ്വതത്തിന്റെ പല ഭാഗങ്ങളിലും പാർത്തുവരുന്നുണ്ടല്ലോ. മതപരിവർത്തനവും പരിഷ്കാരഗതിയും കൊണ്ട് ഈ വർഗം ഇന്ന് ഏതാണ്ട് നാമാവശേഷമായി തീർന്നിട്ടുണ്ട്. ശബരിക്ക് തപോധനന്മാരായ മഹർഷിമാരെ അടുത്ത് പരിചരിക്കുവാൻ അന്ന് അവകാശവും അനുവാദവും ഉണ്ടായിരുന്നു. രാമായണത്തിൽ ശാപമോക്ഷാനന്തരം കബന്ധൻ ശ്രീരാമനോട് ശബരിയെപ്പറ്റി പറയുന്നത് നോക്കുക. ഹേ ശ്രീരാമ, അവിടെ മഹാഭക്തന്മാരായി മാതംഗ മഹർഷിയുടെ ശിഷ്യന്മാരായി വളരെ ഋഷിമാർ ഉണ്ടായിരുന്നു. അവർക്ക് പരിചാരക വൃത്തി ചെയ്തുകൊണ്ടിരുന്ന വൃദ്ധയായ ശബരി എന്ന താപസിയെ ഇപ്പോഴും അവിടെ തന്നെ കാണാവുന്നതാണ്. ശ്രീ അയ്യപ്പൻ ചരിത്രം പേജ് 2-3 ഭാഗത്തുള്ളതാണ് ഈ ഉദ്ധരണി. രാമായണവും കേരളവും. രാമായണ കഥയ്ക്ക് ചരിത്രവുമായി ഒരു ബന്ധവുമില്ല. എങ്കിലും അതിൽ ശബരി എന്നൊരു സ്ത്രീയെപ്പറ്റിയും പമ്പ എന്നൊരു നദിയെപ്പറ്റിയും പറയുന്നത് കൊണ്ട് കേരളത്തിലെ ശബരിമലയിലും പമ്പയിലുമൊക്കെ ശ്രീരാമൻ വന്നിരുന്നു എന്ന് ഭക്തനായ രാമവർമ്മ രാജ വിശ്വസിച്ചു. ആദികാവ്യമെന്ന് രാമായണത്തെ വിശേഷിപ്പിക്കാറുള്ളത് കൊണ്ട് അത് അതിപുരാതനമാണെന്നും അദ്ദേഹം കരുതി. എന്നാൽ വാസ്തവം എന്താണ്? വേദങ്ങളോ ഉപനിഷത്തുകളോ പോലെ പഴക്കമുള്ളതല്ല രാമായണ കാവ്യം. പക്ഷെ രാമായണം പോലെ ഭാരതീയരുടെ ഹൃദയങ്ങളിൽ വേരൂന്നിയിട്ടുള്ള മറ്റൊരു ഇതിഹാസം ഇല്ല. ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും അതിന്റെ അനുകരണങ്ങളോ വിവർത്തനങ്ങളോ ഉണ്ട്. അതാണ് ആദികാവ്യമെന്നും അതിന്റെ കർത്താവായ വാൽമീകിയാണ് ആദ്യത്തെ കവിയെന്നും സാധാരണക്കാർ വിശ്വസിക്കുന്നു. വാൽമീകി മഹർഷി കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു വേടൻ ക്രൗഞ്ചപക്ഷികൾ ഒന്നിനെ അമ്പെയ്ത് കൊല്ലുന്നത് കണ്ടു. അദ്ദേഹത്തിനത് സഹിച്ചില്ല. വാൽമീകി വേടനെതിരായി ശബ്ദിച്ചു. ഒരു ശ്ലോകമായിട്ടാണ് അത് പുറത്തു വന്നത്. മാ നിഷാദ, അതായത് അരുത് കാട്ടാള എന്നാരംഭിക്കുന്ന ആ ശ്ലോകമാണ് ആദ്യത്തെ കവിതയെന്നും അതേ തുടർന്നാണ് വാൽമീകി പിന്നീട് രാമായണം എഴുതിയതെന്നും പറയപ്പെടുന്നു. ഈ കഥ ശരിയാണെങ്കിൽ ലോകത്തിലെ ചുരുങ്ങിയ പക്ഷം ഇന്ത്യയിലെയെങ്കിലും ആദ്യത്തെ കവിത രാമായണം ആയിരിക്കണം. പക്ഷെ ചരിത്രം ഈ മുത്തശ്ശി കഥയോട് യോജിക്കുന്നില്ല. രാമായണം അതിപുരാതന കാവ്യമാണെന്നും സംഭവകഥയാണെന്നും വാദിക്കുന്നവർ പോലും സമ്മതിക്കും വേദങ്ങളാണ് രാമായണത്തെക്കാൾ പഴയതെന്ന്. അതിന്റെ മിക്ക ഭാഗങ്ങളും കവിതകളാണ് താനും. ഇന്ത്യയിൽ കുടിയേറി പാർക്കാൻ വന്ന ആര്യ വംശജരുടെ വീരഗാനങ്ങളും നാടോടിപ്പാട്ടുകളും ദേവതാസ്തുതികളും സമാഹരിച്ചതാണ് ഋഗ്വേദം. അതിനുശേഷമാണ് ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും ഉപനിഷത്തുകളും ഉണ്ടാകുന്നത്. അതെല്ലാം കഴിഞ്ഞാണ് രാമായണം എഴുതപ്പെടുന്നത്. രാമായണം ആദികാവ്യമല്ലെന്നുള്ളതിന് ഇതിൽ പരം എന്ത് തെളിവ് വേണം? രാമായണങ്ങൾ തന്നെ എത്രയുണ്ട്? കണ്ണശരാമായണം, അധ്യാത്മരാമായണം, രാമകഥപ്പാട്ട്, രാമചരിതം തുടങ്ങി എത്രയോ രാമായണങ്ങൾ മലയാളത്തിൽ തന്നെയുണ്ട്. അതിലൊന്നിനു പോലും 1000 വർഷത്തിൽ കൂടുതൽ പഴക്കമില്ല. ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള അധ്യാത്മരാമായണത്തിനാകട്ടെ 300 വർഷത്തെ പഴക്കമേ ഉള്ളൂ. തമിഴിലെ കമ്പരാമായണത്തിന് ഏതാണ്ട് 700 വർഷം പഴക്കം വരും. ഹിന്ദിയിലെ പ്രസിദ്ധമായ രാമചരിത മാനസം എഴുതപ്പെട്ടിട്ടും 300 വർഷമേ ആകുന്നുള്ളൂ. ദശരഥ ഫടക്ക്, ഉത്തരപുരാണം, ഹേമചന്ദ്രന്റെ രാമായണം,
ടിബറ്റൻ രാമായണം, മലയൻ രാമായണം, ഗുജറാത്തി രാമായണം, ജാവൻ രാമായണം, ജാവനീസ് ഭാഷയിൽ എഴുതപ്പെട്ടതും ജാവാദ്വീപിൽ പ്രചാരത്തിലുള്ളതുമായ രാമായണമാണ് അത്. ഹിക്കായത്ത് മഹാരാജ രാവണൻ ഇന്തോനേഷ്യയിൽ പ്രചാരത്തിലിരിക്കുന്ന മറ്റൊരു രാമായണമാണത്. സിലോൺ രാമായണം, ബംഗാളി രാമായണം, ഹനുമൻ നാടകം തുടങ്ങി രാമകഥ വിവരിക്കുന്ന നിരവധി കൃതികൾ ഇന്ത്യയിലും അയൽ രാജ്യങ്ങളിലും പ്രചാരത്തിലുണ്ട്. ഇവയിൽ ഓരോന്നിലും വിവരിക്കുന്ന രാമകഥ പരസ്പര വിരുദ്ധമാണ്. കേരളത്തിൽ പ്രചാരത്തിലിരിക്കുന്ന രാമായണ കഥകളിലെ നായകനായ ശ്രീരാമന് സീതയെന്ന് ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ. പക്ഷേ ഹേമചന്ദ്രന്റെ രാമായണത്തിൽ രാമന് 4 ഭാര്യമാരുണ്ട്. ഉത്തരപുരാണത്തിൽ കാണുന്നത് രാമന് ശതക്കണക്കിന് ഭാര്യമാർ ഉണ്ടെന്നാണ്. എഴുത്തച്ഛന്റെയും കണ്ണശപ്പണിക്കരുടെയും വാൽമീകിയുടെയും രാമൻ ഏകഭാര്യാവ്രതക്കാരനായ പരമശുദ്ധനാണെങ്കിൽ 99 രാസക്രീഡകൾ ആരംഭിച്ചത് രാമനാണെന്ന് പറയുന്ന രാമകഥകളും ഉണ്ട്. അയോധ്യയിൽ പ്രചാരത്തിലിരിക്കുന്ന രാമഭജനഗാനങ്ങളിൽ തികഞ്ഞ സ്ത്രീലമ്പടനായ രാമനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നൂറ്റാണ്ടുകൾ കൊണ്ട് പലയാവർത്തി പകർത്തി എഴുതപ്പെട്ട രാമകഥയുടെ ഊടും പാവും മാറ്റി എഴുതപ്പെട്ടിട്ടുണ്ടെന്നുള്ളതിന് നിരവധി തെളിവുകൾ ഉണ്ട്. ഇന്ത്യയിൽ രാമായണങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളതായി ഗണിക്കപ്പെടുന്നത് വാൽമീകി രാമായണമാണ്. 7 കാണ്ഡങ്ങളിലായി 24,000 ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ബൃഹത് ഗ്രന്ഥം എഴുതിയത് ഏത് കാലത്താണ്? ആര്യന്മാർ യമുനാ തടത്തിൽ എത്തിയതിനു ശേഷമുള്ള കാലത്തെ കഥയാണ് അതിൽ വിവരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർ ആ പ്രദേശത്ത് കുടിയേറിയതിനു ശേഷം എഴുതപ്പെട്ടതാണ് ഈ കഥയെന്ന് വ്യക്തം. ക്രിസ്തു ജീവിച്ചിരുന്നു എന്ന് കരുതുന്ന കാലത്തിന് ഏതാണ്ട് 1000 വർഷങ്ങൾക്ക് മുമ്പാണ് ആര്യന്മാർ യമുനാ തടത്തിൽ എത്തിയതെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. മധ്യപൗരസ്ത്യ ദേശത്തും സിന്ധു ഗംഗാ സമതലത്തിലും സംസ്കാരങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്തതിനു ശേഷമുള്ള കാലമാണ് ഇതെന്നും ഓർക്കണം. അതിനുശേഷം ഇങ്ങോട്ടുള്ള കാലത്തെങ്ങും 10 തലയുള്ള രാവണന്മാരോ ഹനുമാന്മാരോ ജീവിച്ചിരുന്നുവെന്ന് സങ്കല്പിക്കുന്നത് പോലും ബാലിശ്യമാണ്. 10 തലയുള്ള ഒരു മനുഷ്യജീവിയുടെയും അസ്ഥികഷ്ണങ്ങൾ ഒരിടത്തു നിന്നും കണ്ടുകിട്ടിയിട്ടില്ല. അതിഭാവുകത്വവും അതിശയോക്തിയും നിറഞ്ഞ ഒരു കാവ്യമാണ് ചരിത്രം അല്ല രാമായണം എന്ന് ഇത് തെളിയിക്കുന്നു. 2400 വർഷം മുമ്പാണ് പാണിനി വിശ്രുതമായ വ്യാകരണം എഴുതുന്നത്. അതിൽ അന്നുണ്ടായിരുന്ന പല ദൈവസങ്കല്പങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. വാസുദേവൻ, യുധിഷ്ഠിരൻ, അർജുനൻ തുടങ്ങി മഹാഭാരതത്തിലെ പല കഥാപാത്രങ്ങളെ പറ്റി പറയുന്ന പാണിനി രാമനെയോ രാമായണത്തെയോ പറ്റി ഒരു വാക്കും പറഞ്ഞിട്ടില്ല. പാണിനീയത്തിന് വ്യാഖ്യാനം എഴുതിയ പതഞ്ജലിയും രാമനെ പറ്റി മിണ്ടിയിട്ടില്ല. BCE 4-ാം ശതകത്തിന് ശേഷമാണ് രാമായണം എഴുതപ്പെട്ടതെന്ന് ഇത് വ്യക്തമാക്കുന്നു. BCE 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗൗതമ ബുദ്ധനാണ് ബുദ്ധമതം സ്ഥാപിച്ചത്. ബുദ്ധമതത്തെപ്പറ്റി വാൽമീകി രാമായണത്തിൽ അയോധ്യാഖണ്ഡം 108-ാം സർഗത്തിൽ പറയുന്നുണ്ട്. രാജ്യഭ്രഷ്ടനായ രാമനോട് ദശരഥന്റെ കൽപ്പന അനുസരിക്കേണ്ടതില്ലെന്നും കാട്ടിൽ പോകാതെ തിരിച്ചു ചെന്ന് ഭരതനോട് രാജ്യം വാങ്ങി ഭരിക്കണമെന്നും ഉപദേശിക്കുന്ന ജാബാലി എന്നൊരു ബ്രാഹ്മണാചാര്യനെ അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ വാദഗതികൾ രാമന് ഇഷ്ടപ്പെട്ടില്ല. ഇബുദ്ധിയും പൂണ്ട് നടക്കുവനെ ധർമ്മിടും നാസ്തികനാം ഭവാനെ ബൗദ്ധനാം ചോരനും ഒപ്പമാണിങ്ങവണ്ണമേ നാസ്തികൻ എന്നും ഓർക്കാം എന്നാണ് രാമൻ ജാബാലിയോട് പറയുന്നത്. ബുദ്ധൻ, അതായത് ബുദ്ധമതക്കാരൻ, നാസ്തികൻ, ചോരൻ എന്നിവരെ പോലെയാണ് ജാബാലി എന്ന് രാമൻ പറയണമെങ്കിൽ ബുദ്ധമതം ഉണ്ടായതിനു ശേഷമാണ് രാമായണ കഥ എഴുതപ്പെട്ടതെന്ന് വ്യക്തം. ചോരന്മാരോട് തുല്യമായി ബുദ്ധമതക്കാരെ താഴ്ത്തി പറയുന്നത് കൊണ്ട് ബുദ്ധമതത്തെ ബ്രാഹ്മണർ അടിച്ചുടച്ചതിന് ശേഷമാണോ ഈ കാവ്യം എഴുതിയതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ബുദ്ധമതക്കാരുടെ ജാതക കഥകളിലാണ് രാമകഥ ആദ്യം കാണുന്നത്. പക്ഷെ അതിൽ രാവണനെ പറ്റി ഒരു പരാമർശവും ഇല്ല. അതുകൊണ്ട് ബുദ്ധമതക്കാർ അവരുടെ ത്രിപിടക കഥകൾ ശേഖരിക്കുന്ന കാലത്ത് നാടോടി കഥകളുടെ രൂപത്തിൽ രാമകഥ നിലവിലുണ്ടായിരുന്നു എന്ന് കരുതാം. ചെങ്ങന്നൂർ കുഞ്ഞാതിയുടെയോ ആരോമൽ ചേകവരുടെയോ കഥ പോലെ മനുഷ്യനായ രാമന്റെ കഥ BCE 3-ാം ശതകത്തിലോ അതിനടുത്തോ വാൽമീകി എഴുതിയിരിക്കാം. അതിഭാവുകത്വം കൂട്ടിക്കലർത്തി ഇന്നറിയപ്പെടുന്ന രീതിയിൽ വാൽമീകി രാമായണം എഴുതിയത് പിന്നെയും നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. യാഥാസ്ഥിതികനായ ഒരു ഹിന്ദുമത പണ്ഡിതനും ഭാരതീയ വിദ്യാഭവന്റെ കുലപതിയും ആയിരുന്ന KM മുൻഷിയുടെ നേതൃത്വത്തിൽ ഭാരതീയ വിദ്യാഭവനിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ ജനതയുടെ ചരിത്രവും സംസ്കാരവും ദി ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യൻ പീപ്പിൾ എന്ന ബൃഹത് ഗ്രന്ഥത്തിൽ രാമായണത്തിന്റെ കാലത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. കോട്ട്: മഹാഭാരതത്തിന് അതിന്റെ ഇന്നത്തെ രൂപം ലഭിച്ച 4-ാം നൂറ്റാണ്ടിന് 200 വർഷം മുമ്പ് രാമായണം അതിന്റെ ഇന്നത്തെ രൂപത്തിൽ എത്തിയിരുന്നു എന്ന് കരുതാം. പക്ഷേ മഹാഭാരത കഥയുടെ കേന്ദ്ര ഇതിവൃത്തം രാമായണത്തിന്റെ ഇതിവൃത്തം രൂപം പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിക്കഴിഞ്ഞിരുന്നു. വാസുദേവൻ, അർജുനൻ, യുധിഷ്ഠിരൻ തുടങ്ങിയവരെ പറ്റി വ്യാകരണകാരനായ പാണിനി പരാമർശിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹമോ പിൻഗാമിയായ പതഞ്ജലിയോ രാമനെ പറ്റി മിണ്ടുന്നില്ല. അൺകോട്ട്. ദി ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യൻ പീപ്പിൾ, വോളിയം 2,
1960, പേജ് 254. രാമായണത്തിലെ ഭാഷയും അതിന്റെ പഴക്കത്തെപ്പറ്റി പറയുന്ന കഥ ശരിയല്ലെന്ന് തെളിയിക്കുന്നു. ഋഗ്വേദത്തിലെയോ ഉപനിഷത്തുകളിലെയോ പോലെ പ്രാചീന സംസ്കൃതമല്ല രാമായണത്തിലേത്. ഗുപ്ത രാജാക്കന്മാരുടെ കാലത്തെ സംസ്കൃത ശൈലിയിലാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നതെന്നും പണ്ഡിതന്മാർ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വാൽമീകി രാമായണത്തിലോ ഇതര രാമായണങ്ങളിലോ വിവരിക്കുന്ന കഥ അതേപടി നടന്നതല്ലെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് ആ ഗ്രന്ഥങ്ങൾ തന്നെയാണ്. ഒരു സംഭവകഥയെ ഇതിവൃത്തമാക്കിക്കൊണ്ട് രചിച്ചതാണ് രാമായണമെങ്കിൽ പല രാമായണങ്ങളിലെയും കഥ വ്യത്യസ്തമാകുമായിരുന്നില്ല. ഗംഗാ സമതലത്തിൽ പരിമിതപ്പെട്ടു നിന്ന ഗോത്ര രാജാക്കന്മാരുടെ വീര സാഹസികതകളെ പുകഴ്ത്തുന്നതിനു വേണ്ടി ഏതോ നാടൻ കവി എഴുതിയുണ്ടാക്കിയ ഒരു കഥയാണ് രാമായണം. ആര്യന്മാർ ഗംഗാ സമതലത്തിൽ ആധിപത്യം നേടിയ കാലത്ത് നടന്ന യുദ്ധങ്ങളുടെയും കടന്നാക്രമണങ്ങളുടെയും നിഴലുകൾ അതിൽ കാണാം. പിൽക്കാലത്ത് പൊടിപ്പും തൊങ്ങലും വെച്ച് പലരും അത് പരിഷ്കരിച്ചു. ഗുപ്ത രാജാക്കന്മാരുടെ കാലത്ത് വീണ്ടും അത് പകർത്തി എഴുതപ്പെട്ടു. രാമായണത്തിലെ കഥകൾക്ക് ചരിത്രവുമായി വിദൂര ബന്ധം പോലും ഇല്ലാതെ വന്നതിന്റെ കാരണം അതാണ്. രാമായണം വെറും കെട്ടുകഥയാണെന്ന് കരുതുന്നവർ പോലും തെക്കേ ഇന്ത്യയിലേക്കും തുടർന്ന് സിലോണിലേക്കും ഉണ്ടായ ആര്യോപനിവേശത്തിന്റെ കഥയാണതിൽ പറയുന്നത് വ്യാഖ്യാനിച്ചു കേൾക്കാറുണ്ട്. രാമന്റെ ശത്രുവായ രാവണൻ ദക്ഷിണേന്ത്യയും സിലോണും അടക്കി ഭരിച്ചിരുന്ന ഒരു ദ്രാവിഡ രാജാവാണെന്നും ഇവർ അഭിപ്രായപ്പെടുന്നു. ദക്ഷിണേന്ത്യയിലെ രാമേശ്വരം, ശബരിഗിരി, പമ്പ തുടങ്ങിയ സ്ഥലനാമങ്ങൾ രാമായണത്തിൽ കാണുന്നതുകൊണ്ടും ലങ്ക എന്ന പേര് സിലോണിനുള്ളതുകൊണ്ടുമാണ് അവർ അങ്ങനെ ധരിച്ചത്. പിൽക്കാലത്തെ പകർത്തിയെഴുതലുകൾക്കും പരിഷ്കാരങ്ങൾക്കും അങ്ങനെ ഒരു തോന്നൽ വരുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും സമ്മതിക്കണം. പക്ഷേ നിരൂപണ ദൃഷ്ടിയോടുകൂടി രാമായണം വായിച്ചാൽ രാവണന്മാരെല്ലാം ഉത്തരേന്ത്യക്കാരാണെന്ന് വ്യക്തമാകും. രാവണ രാജധാനിയായ ലങ്ക പോലും ഉത്തരേന്ത്യയിലാണെന്ന് അതിൽ നിന്ന് വ്യക്തമാകും. സീതാന്വേഷണത്തിന് പുറപ്പെട്ട രാമനോട് സുഗ്രീവൻ തെക്കുള്ള പല പ്രദേശങ്ങളെപ്പറ്റിയും പറയുന്നതായി കാണാം. പക്ഷേ തെക്കേ ഇന്ത്യയെപ്പറ്റി യാതൊരു വിവരവുമില്ലാത്ത ആളായിരുന്നു സുഗ്രീവൻ എന്ന് അത് വായിച്ചാൽ വ്യക്തമാകും. ഹനുമാനും കൂട്ടരും ലങ്കയിലേക്കുള്ള യാത്രാമധ്യേ വിന്ധ്യപർവ്വതത്തിൽ എത്തുന്നത് വരെയുള്ള സ്ഥലങ്ങൾ വർണ്ണിക്കുന്ന കവി അതിന് തെക്കുള്ള നർമ്മദ, ഗോദാവരി, കൃഷ്ണ, കാവേരി, തുംഗഭദ്ര, പെണ്ണാറ് തുടങ്ങിയ വൻ നദികൾ അവർ കടക്കുന്ന കാര്യം എന്തുകൊണ്ട് സൂചിപ്പിക്കുക പോലും ചെയ്യുന്നില്ല. രാമരാവണ യുദ്ധം കഴിഞ്ഞ ശേഷം രാമൻ ലങ്കയിൽ നിന്ന് പത്നി സമേതം തിരിച്ചു പോകുമ്പോൾ കാണുന്ന പല സ്ഥലങ്ങളുടെയും വിവരണങ്ങൾ രാമായണത്തിൽ കാണാം. അപ്പോഴും തെക്കേ ഇന്ത്യയിലെ ഒരൊറ്റ വൻ നദിയെയും കാണുന്നില്ല. അതുകൊണ്ട് രാമായണത്തിൽ വിവരിക്കുന്ന ലങ്ക നർമ്മദാ നദിക്ക് വടക്ക് എവിടെയോ ആണെന്ന് വ്യക്തമാകുന്നു. ത്രികൂട പർവ്വതത്തിന്റെ മുകളിലാണ് ലങ്കയെന്ന് രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട്. എവിടെയാണ് ഈ ത്രികൂട പർവ്വതമെന്ന് തിരക്കുന്നതും രസകരമായിരിക്കും. വായുപുരാണം അനുസരിച്ച് മലയാദ്വീപിലാണ് അതിന്റെ സ്ഥാനം. മത്സ്യ, കൂർമ്മ, വിഷ്ണു പുരാണങ്ങളിൽ മലയാദ്വീപിലെ പ്രധാനപ്പെട്ട നദികൾ താമ്രപർണി, പുഷ്പജ, പുണ്യവതി എന്നിവയാണെന്ന് പറയുന്നുണ്ട്. ഇതിൽ താമ്രപർണിയും ഉൽപ്പലവതിയും ഒറീസയിൽ കൂടി ഒഴുകുന്ന നദികളാണ്. ഗോദാവരി താഴ്വാരത്തിന് പടിഞ്ഞാറുള്ള പൂർവ്വ പർവ്വത നിരകൾക്ക് മലയപർവ്വതം എന്നാണ് പേര്. സ്കന്ദപുരാണത്തിന്റെ 5-ാം അധ്യായത്തിൽ നർമ്മദാ നദിക്ക് ത്രികൂട എന്ന് പേരുണ്ടെന്ന് കാണുന്നു. 3 കൊടിമുടികളുള്ള പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് കൊണ്ടാണ് നർമ്മദയ്ക്ക് ആ പേര് കിട്ടിയത്. രാമായണ കഥാകാരൻ ഉദ്ദേശിക്കുന്ന ലങ്ക നർമ്മദാ നദിയുടെ ഉദ്ഭവ പ്രദേശമായ അമരകാണ്ഡ മലയിലാണെന്ന് ഇതിൽ നിന്ന് തെളിയുന്നു. ദേവകാണ്ഡക എന്ന ലങ്കയ്ക്ക് പേരുണ്ടായിരുന്നുവെന്ന് രാമായണം യുദ്ധകാണ്ഡത്തിൽ നിന്ന് വ്യക്തമാകുന്നുമുണ്ട്. അമരൻ ദേവന്റെ പര്യായം ആണല്ലോ. രാമായണത്തിൽ കടലിനക്കരെയുള്ള ലങ്കയെപ്പറ്റി പരാമർശിക്കുമ്പോൾ അത് വിന്ധ്യാപർവ്വതത്തിന് മുകളിലാണെന്ന് ഒരാൾ പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും? പഴയ കാലത്ത് സാഗരം എന്ന പദത്തിന് കടൽ എന്ന് മാത്രമല്ല അർത്ഥം ഉണ്ടായിരുന്നത്. കായൽ, നദി എന്നിവയും സാഗരം എന്നറിയപ്പെട്ടിരുന്നു. അമരകാണ്ഡകയുടെ അടുത്ത് ചെളി നിറഞ്ഞ ഒരു വിസ്തൃത പ്രദേശം ഇപ്പോൾ കാണാനുണ്ട്. പഴയ കാലത്ത് സാഗരം പോലെ വെള്ളം കെട്ടിക്കിടന്ന ഒരു കായൽ പ്രദേശമായിരുന്നു അതെന്നാണ് ഭൂമിശാസ്ത്രകാരന്മാർ പറയുന്നത്. രാമായണ കഥ എഴുതിയ ആളിന്റെ ഭാവനയിലെ ലങ്ക ഇതായിരിക്കണമെന്ന് പല ചരിത്രകാരന്മാരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. രാമായണ കഥയിൽ വിവരിക്കുന്ന സ്ഥലങ്ങളെല്ലാം വടക്കേ ഇന്ത്യയിലാണെന്ന് പണ്ഡിതനായ രാധാകുമുദ് മുഖർജി ഹൈന്ദവ സംസ്കാരം, ദി ഹിന്ദു സിവിലൈസേഷൻ എന്ന പുസ്തകത്തിന്റെ ഒരു ഭാഗത്ത് വ്യക്തമാക്കുന്നുണ്ട്. പാർട്ട് 1 പേജ് 138 അതുള്ളത്. അത് ഉദ്ധരിക്കാം. കോട്ട്: രാമായണത്തിൽ പറയുന്ന സ്ഥലങ്ങളുടെ സ്ഥാനം ഇന്ന് ആ പേരിൽ അറിയപ്പെടുന്ന സ്ഥലങ്ങളിൽ തന്നെ ആയിരിക്കണം എന്നില്ല. ഉദാഹരണത്തിന് ജനകരാജാവിന്റെ ആസ്ഥാനമായ വിദേഹം തന്നെ ആകട്ടെ, ആ പേരിൽ ഇപ്പോൾ ഒരു സ്ഥലം ബീഹാറിലുണ്ട്. പണ്ട് അയോധ്യയായിരുന്നുവെന്ന് കരുതപ്പെടുന്ന ഇപ്പോഴത്തെ ഔധിൽ നിന്ന് വളരെ ദൂരെയാണ് ആ സ്ഥലം. രാമനും കൂട്ടരും കാൽനടയായി 4 ദിവസം കൊണ്ട് എത്തിയെന്ന് പറയുന്ന ആ സ്ഥലത്ത് എത്താൻ കുതിരപ്പുറത്ത് പോയാൽ പോലും അതിന്റെ ഇരട്ടി ദിവസം വേണം. വനവാസത്തിന് പോയ രാമനും ലക്ഷ്മണനും കൂടി കാണുന്നത് ചിത്രകൂടത്തിൽ വെച്ചാണെന്നും പറയുന്നുണ്ട്. അവിടെ നിന്നും
രാമൻ ദണ്ഡകാരണ്യത്തിലേക്ക് പോയി. പമ്പ എന്ന നദിയെ വർണ്ണിക്കുന്നതും അഗസ്ത്യാശ്രമവും അതിനടുത്തായിരുന്നു അത്രേ. അവിടെ നിന്നും അധികം ദൂരെയല്ല പഞ്ചവടി എന്നും വ്യക്തമാകുന്നുണ്ട്. ഈ സ്ഥലത്തു നിന്നാണല്ലോ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയത്. അവിടെ നിന്നും കിഴക്കോട്ട് പോയപ്പോഴാണ് മാതംഗാശ്രമത്തിൽ രാമൻ എത്തുന്നത്. മാതംഗ മഹർഷിയിൽ നിന്നാണ് പമ്പാസാഗരത്തിനടുത്തുള്ള മലമുകളിൽ വസിക്കുന്ന സുഗ്രീവനെ പറ്റി രാമൻ അറിയുന്നത്. രാമായണത്തിലെ കിഷ്കിന്ധയും ഇതിന് അടുത്തായിരിക്കണമല്ലോ. ഇത് രാധാ കുമുദ് മുഖർജിയുടെ ഉദ്ധരണിയാണ്. അൺകോട്ട്. 1970 ജനുവരി മാസത്തിൽ അഖിലേന്ത്യാ നിരീശ്വര സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വിജയവാഡയിലെത്തിയപ്പോൾ ഞാൻ മറ്റൊരു ലങ്ക കണ്ടു. കൃഷ്ണാനദിയുടെ തീരത്ത് നിന്ന് ഉണ്ടവള്ളി മലകളിലെ അത്ഭുതകരമായ ഗുഹാക്ഷേത്രങ്ങളെപ്പറ്റി എന്നോട് സംസാരിക്കുകയായിരുന്നു സംസ്കൃത പണ്ഡിതനായ രാമകൃഷ്ണ റാവു. അപ്പോൾ മറ്റൊരു സുഹൃത്ത് വന്ന് ചോദിച്ചു, ലങ്കയിൽ പോകണോ? ലങ്കയോ? ഞാൻ അത്ഭുതപ്പെട്ടു. സിലോണിൽ അല്ല, കൃഷ്ണാലങ്കയിൽ പോകണോ എന്നാണ് ചോദിച്ചത്. രാമകൃഷ്ണ റാവു വിശദീകരിച്ചു. ആ സംസാരം എന്റെ അന്വേഷണത്തെ മറ്റൊരു വഴിക്ക് തിരിച്ചുവിട്ടു. കൃഷ്ണാനദിക്കരയിലുള്ള ഒരു ദ്വീപിനാണ് അവർ കൃഷ്ണാലങ്ക എന്ന് പറയുന്നത്. ആന്ധ്രയിൽ കൃഷ്ണാലങ്കയ്ക്ക് പുറമെ പടമാട ലങ്കയുമുണ്ട്. ലങ്ക എന്ന പദത്തിന് ദ്വീപ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ദ്രാവിഡ ഭാഷകളിൽ ആ അർത്ഥത്തിൽ സർവ്വസാധാരണമായി ഒരു കാലത്ത് ലങ്ക എന്ന പദം ഉപയോഗിക്കപ്പെട്ടിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബനാറസിൽ പോയപ്പോൾ ആ നഗരത്തിലും ലങ്ക എന്ന പേരിൽ ഒരു സ്ഥലം കാണുകയുണ്ടായി. 1981 യമുന നദിയുടെയും ഗംഗാ നദിയുടെയും ഉദ്ഭവ സ്ഥാനങ്ങളിലേക്ക് ഞാൻ ഒരു യാത്ര നടത്തിയത്. അവിടെ ഉത്തരാഖണ്ഡത്തിൽ, അത് ഹിമാലയ പർവ്വതത്തിലാണ്, ലങ്ക എന്ന പേരിൽ ഒരു സ്ഥലമുണ്ട്. ദ്വീപ്, തുരുത്ത് എന്നീ അർത്ഥങ്ങളുള്ള ഒരു പദമാണ് ലങ്ക എന്നത്. ഉത്തരേന്ത്യയിലെ ഏതോ ദ്വീപിലോ നദിയിലെ തുരുത്തിലോ ജീവിച്ചിരുന്ന ഒരു കാട്ടുരാജാവും മറ്റൊരു കാട്ടുരാജാവും തമ്മിൽ നടന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഒരു നാടോടിപ്പാട്ടിന്റെ വിപുലീകരണം ആയിരിക്കണം രാമായണം. ചിലപ്പോൾ അത് വെറും ഭാവന ആയിക്കൂടുന്നുമില്ല. അതിഭാവുകത്വം കലർത്തി എഴുതപ്പെട്ട ആ കാവ്യം പലവട്ടം തിരുത്തി എഴുതിയപ്പോഴാണ് രാമായണത്തിലെ ലങ്ക സിലോണായും അതിലെ പമ്പ കേരളത്തിലെ പമ്പയായും തെറ്റിദ്ധരിക്കാൻ ഇടയായത്. രാമായണത്തിലെ ശബരി ആശ്രമത്തിനും കേരളവുമായി ഒരു ബന്ധവും ഇല്ല. ശബരിമലയോ ശബരിമലയോ? ഏത് സ്ഥലനാമത്തിന്റെയും അർത്ഥവും ചരിത്രവും കണ്ടുപിടിക്കുന്നതിന് ആദ്യമായി ചെയ്യേണ്ടത് ആ സ്ഥലനാമത്തിന്റെ ഏറ്റവും പഴയ രൂപം കണ്ടുപിടിക്കുകയാണ്. ശബരിമലയെന്ന് ഇന്ന് അറിയപ്പെടുന്ന സ്ഥലത്തിന് എത്ര പഴക്കമുണ്ട്? ഏത് രേഖയിലാണ് ആ സ്ഥലനാമം ആദ്യം കാണുന്നത്? അയ്യപ്പൻ പാട്ടുകൾക്കൊന്നും കാലപ്പഴക്കം ഇല്ല. അവയിൽ ചിലതിന് പഴക്കമുണ്ടെങ്കിൽ തന്നെ പദങ്ങൾ കാലാനുസൃതം മാറിയിട്ടുമുണ്ട്. അതുകൊണ്ട് അവയെ ആശ്രയിച്ചുകൂടാ. പിന്നെ ഒരു മാർഗം, പതിറ്റുപത്ത്, ചിലപ്പതികാരം, പുറനാനൂറ്, അകനാനൂറ് തുടങ്ങിയ പ്രാചീന തമിഴ് കൃതികളിൽ ആ പേര് എവിടെയെങ്കിലും പരാമർശിച്ചിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. അതിലൊന്നും ശബരിമല എന്ന പേരിൽ ഒരു മലയെപ്പറ്റി പറയുന്നില്ല. CE 1975 തിരുവിതാംകൂറും പന്തളവും തമ്മിൽ ഉണ്ടാക്കിയ ഒരു ഉടമ്പടി തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവലിന്റെ 2ാം വാല്യത്തിൽ ചേർത്തിട്ടുണ്ട്. CE 1924 തിരുവിതാംകൂറും പന്തളവും തമ്മിൽ ഉണ്ടാക്കിയ ഒരു ഉടമ്പടി തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവലിന്റെ 2ാം വാല്യത്തിൽ ചേർത്തിട്ടുണ്ട്. അതിൽ ശബരിമല എന്നാണ് ഇപ്പോഴത്തെ ശബരിമലയെ പറ്റി പറയുന്നത്. സ്റ്റേറ്റ് മാനുവൽ 1941 പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വോള്യം 2, അനുബന്ധം, പേജ് 188. ഈ അടിസ്ഥാനത്തിൽ ചരിത്രകാരനായ VT ഇന്ദുചൂടൻ പറയുന്നത് ഇങ്ങനെയാണ്. പന്തളം രാജാക്കന്മാരുടെ സ്ഥാനപ്പേര് ഐരൂർ ശ്രീ വീര ശ്രീധര കോവിലധികാരികൾ എന്നായിരുന്നു. പന്തള രാജാക്കന്മാർ കോവിലധികാരികൾ അഥവാ ക്ഷേത്രത്തിന്റെ രക്ഷാധികാരികൾ ആയിരുന്നു എന്ന് ഈ സ്ഥാനപ്പേരിൽ നിന്നും വ്യക്തമാകുന്നുണ്ടല്ലോ. പന്തളം രാജവംശത്തിന് ഐരൂർ എന്ന് പേരുണ്ടായിരുന്നു എന്നുകൂടി മേൽ വിവരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാം. ഇത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഐര എന്നും ഊർ എന്നും പേരുള്ള 2 പദങ്ങൾ ചേർന്നതാവണം ഐരൂർ. ഐര എന്ന പദത്തിന് തമിഴിൽ മത്സ്യം എന്നർത്ഥം ആകുന്നു. ഒരു പ്രത്യേക തരം മത്സ്യത്തിനും ഈ പേര് ഉപയോഗിക്കാറുണ്ട്. കൊണ്ടൈ മീൻ എന്നാണ് തമിഴ് നിഘണ്ടുവിൽ കാണുന്ന അർത്ഥം. ഇതിന്റെ സംസ്കൃതമാണ് ശഫരം എന്ന പദം. ഇങ്ങനെ നോക്കുമ്പോൾ ക്ഷേത്രത്തിന്റെ ഭരണാധികാരികളുടെ വംശനാമം മാന്യതയ്ക്ക് വേണ്ടിയാകാം സംസ്കൃതവൽക്കരിച്ചത്. ദുഷിച്ചുണ്ടായ പേരായിരിക്കാം ശബരിമലയും ശബരിമലയും. ക്ഷേത്രത്തിന്റെ പേര് ആദിയിൽ ഐരമല എന്നായിരുന്നെങ്കിൽ അത് ഇടക്കാലത്ത് സംസ്കൃതവൽക്കരിച്ച് ശഫലമല എന്നാക്കിയപ്പോൾ നാടോടി ഭാഷയിൽ അത് ശബരി എന്നും പറഞ്ഞു പോകുന്നതാവാം. അൺകോട്ട്. ഈ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് മലയാള മനോരമ ആഴ്ചപ്പതിപ്പിന്റെ 1972 ഫെബ്രുവരി 3 ലക്കത്തിലാണ്. മറ്റു ചില തെളിവുകൾ വെച്ച് നോക്കുമ്പോഴും ഇന്ദുചൂടന്റെ ഈ നിഗമനം ശരിയാണെന്ന് തോന്നും. മധുര രാജവംശക്കാർക്ക് മീനുമായി എന്തോ ബന്ധം കാണാം. അവരുടെ പ്രധാന ദേവി മീനാക്ഷിയാണ്.
സംസ്കൃതത്തിൽ മീനാക്ഷി, മീനിന്റെ രൂപത്തിലുള്ള കണ്ണോടുകൂടിയവൾ എന്ന് പറയുന്നത്. മീനക്ഷി എന്നാണ് തമിഴിൽ എഴുതുന്നത്. തമിഴ്നാട്ടിൽ നിന്നും കുടിയേറി പാർത്തവർ സ്ഥാപിച്ച കേരള ഗ്രാമങ്ങളാണ് മീനച്ചിലും മീനിടവും. മീനന്മാർ എന്നൊരു വിഭാഗം ആളുകൾ പണ്ട് ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അവരുടെ ദൈവം മത്സ്യരൂപത്തിലായിരുന്നു എന്നും വരാം. കുളത്തൂപ്പുഴയിലെ ശാസ്താക്ഷേത്രത്തിന് അടുത്ത് കല്ലടയാറ്റിൽ കാണുന്ന ഏട്ട മത്സ്യങ്ങളെ ദിവ്യ മത്സ്യങ്ങളായി ഗണിക്കുന്നുണ്ടെന്നുള്ളതും സ്മരണീയമാണ്. ശബരിമല ക്ഷേത്രത്തിലെ മാളികപ്പുറത്തമ്മ മധുര മീനാക്ഷി തന്നെയാണെന്ന് കാലടി KP രാമൻപിള്ള രേഖപ്പെടുത്തിയിട്ടുള്ളതും ഇവിടെ സ്മരണീയമാണ്. ഈ ലേഖനമുള്ളത് അയ്യപ്പൻ മാസിക 1123 മീനം മേടം ലക്കത്തിലാണ്, പേജ് 654. 2 ശബരിമലകൾ. ഇപ്പോൾ ശബരിമല എന്ന് പറയുന്ന സ്ഥലം മാത്രമാണോ ശബരിമല എന്ന് അറിയപ്പെടുന്നത്? ശാസ്താവിന്റെ ക്ഷേത്രങ്ങൾ ശബരിമലയിൽ മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ട്. ആര്യൻകാവ്, അച്ചൻകോവിൽ, കുളത്തൂപ്പുഴ, ശാസ്താംകോട്ട, ചമ്രവട്ടം, പാക്കിൽ തുടങ്ങി പ്രസിദ്ധങ്ങളായ നിരവധി ശാസ്താക്ഷേത്രങ്ങളുണ്ട്. അതുപോലെ ഒന്നിലധികം ശബരിമലകൾ ഉണ്ടെന്നുള്ളതിന് ചില തെളിവുകളുണ്ട്. 1910-14 ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് തിരുവിതാംകൂറും കൊച്ചിയും സർവേ ചെയ്യിച്ച് 1915 ഒരു ഭൂപടം പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. ആ ഭൂപടത്തിന്റെ നമ്പർ 58G/3 1915 എന്നാണ്. ഇതിൽ ഇന്നത്തെ ശബരിമലയ്ക്ക് പുറമെ അവിടെ നിന്ന് ഏകദേശം 3.5 മൈൽ വടക്ക് മാറി മറ്റൊരു ശബരിമല കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ഭൂപടങ്ങൾ പഠിച്ച ശേഷം പരേതനായ TK ജോസഫ് മലയാള രാജ്യം വാരികയിൽ എഴുതിയിരുന്ന ഒരു ലേഖനത്തിൽ നിന്ന് ഒരു ഭാഗം ഇവിടെ ഉദ്ധരിക്കാം. TK ജോസഫിന്റെ ഉദ്ധരണിയാണ് കോട്ട്. 1910-14 ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് തിരുവിതാംകൂറും കൊച്ചിയും സർവേ ചെയ്യിച്ച് 1915 പടം പ്രസിദ്ധപ്പെടുത്തി. ഇന്ന് സുപ്രസിദ്ധങ്ങളായിരിക്കുന്ന നിലയ്ക്കൽ, പമ്പാക്കടവ്, ശബരിമല, ശാസ്താംകോവിൽ, പെരുവന്താനം, പൊന്നമ്പലമേട് മുതലായ സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭൂപട ഭാഗം നോക്കിയപ്പോൾ ശാസ്താവിന്റെ ശബരിമലയ്ക്ക് ഏകദേശം 3.5 മൈൽ വടക്ക് അല്പം പടിഞ്ഞാറോട്ട് മാറി ഒരു ശബരിമല കൂടി കണ്ടു. രണ്ടിനും ഇടയ്ക്ക് അടയാളപ്പെടുത്തിയിരിക്കുന്ന ചിറ്റമ്പലമേടും കോട്ടവാതിലും കടന്നാണ് വടക്കേ ശബരിമല. ഇംഗ്ലീഷിൽ പകർത്തിയിരിക്കുന്ന മേൽപ്പടി സ്ഥലനാമം കോട്ടവാതിൽ ആയിരിക്കുമോ? മേൽപ്പറഞ്ഞ ചിറ്റമ്പലം ഇന്നുണ്ടോ? അതിനടുത്ത് കിഴക്ക് കോട്ടയുണ്ടായിരുന്നോ എന്ന് അറിയുന്നില്ല. ഗവേഷണം നടത്തേണ്ടതാണ്. തെക്കേ ശബരിമലയിൽ നിന്ന് ചിറ്റമ്പലമേട്ടിൽ കൂടെ കോട്ടവാതിലിലേക്ക് 1910-17 മലമ്പാതയുണ്ടായിരുന്നു. ആ പാത വടക്കുകിഴക്കുള്ള പൊന്നമ്പലമേടും കടന്ന് അതിനും വടക്കുള്ള വെള്ളക്കടമല, വെള്ളക്കുട എന്നിവിടങ്ങളിൽ കൂടി 4-5 മൈൽ അപ്പുറത്തുള്ള മൗണ്ട് എസ്റ്റേറ്റിൽ ചെല്ലുന്നു. തെക്കേ ശബരിമലയ്ക്ക് 1547 അടി പൊക്കമേ ഉള്ളൂ. വടക്കേതിന്റെ ഉയരം 3790 അടിയാണ്. ശാസ്ത ശബരിമലയ്ക്ക് ഏകദേശം 2.5 മൈൽ പടിഞ്ഞാറ് അല്പം തെക്കോട്ട് മാറി കരിമല കാണുന്നു. ഉയരം 2084 അടി. കരിമല കയറ്റം കഠിനം പൊന്നയ്യപ്പ എന്ന് ചെറുപ്പത്തിൽ അയ്യപ്പന്മാർ വളരെ ഭീതിയോടുകൂടി പാടിക്കൊണ്ടു പോകുന്നത് കേട്ടിട്ടുണ്ട്. ശാസ്താവിന്റെ മലയ്ക്ക് തെക്ക് പമ്പയാർ ഒഴുകുന്നു. ആ തെക്കേ സ്ഥാനത്തിന് അല്പം പടിഞ്ഞാറ് കൽക്കിയാറ് തെക്കുനിന്ന് വന്ന് പമ്പയിൽ ചേരുന്നു. ആ സംഗമ സ്ഥാനത്തിന് പടിഞ്ഞാറ് ആനവട്ടത്ത് FRH, അതായത് വനം വക ഉദ്യോഗസ്ഥന്റെ കെട്ടിടം. പമ്പാ തീരത്ത് അതിന് ഏകദേശം 3/4 മൈൽ താഴെ പമ്പാക്കടവ്. അയ്യപ്പന്മാർക്ക് ഇത് നല്ല പരിചയമുള്ള പമ്പാ നദീഭാഗമാണ്. അവിടെ വരെയും അവിടം കടന്നും മലമ്പാത അന്ന് ഉണ്ടായിരുന്നു. അതായത് 1910-1914 കാലഘട്ടത്തിൽ. ഉദ്ധരണി തുടരുന്നു. പമ്പാക്കടവിന് 2 മൈൽ താഴെ പടിഞ്ഞാറ് തെക്കേ തീരത്ത് കൊല്ലമൂഴി. അതിന് 1.25 മൈൽ തെക്ക് 2350 അടി പൊക്കമുള്ള കൊല്ലക്കുന്ന്. ഈ പേരുകളിൽ കൊല്ലമോ കൊല്ലയോ? കൊല്ലക്കുന്നിന് 1.25 മൈൽ പടിഞ്ഞാറ്, പമ്പയാറ്റിന് 1.25 മൈൽ തെക്ക് സുപ്രസിദ്ധമായ നിലയ്ക്കൽ താവളം. ഈ താവളത്തിൽ മുമ്പും അയ്യപ്പന്മാർ വിശ്രമിച്ചിരുന്നുവെന്ന് വേണം ഊഹിപ്പാൻ. ആ താവളം നിലയ്ക്കൽ കുളത്തിന്റെ കരയ്ക്കാണ്. കുളത്തിന്റെ വടക്കേ കരയ്ക്കും കിഴക്കേ കരയ്ക്കും 1/4 മൈൽ കിഴക്കും ഓരോ അമ്പലം അടയാളപ്പെടുത്തിയിരിക്കുന്നു. ആദ്യത്തേതാണ് ദിവാൻ സർസിപ്പിയുടെ കാലത്ത് പുനരുദ്ധരിച്ചത്. മറ്റേത് ഇന്നും ഇടിഞ്ഞു വീണ് കിടക്കുന്നു. പള്ളിയറ എന്നാണ് അതിന് പേര്. മുമ്പ് പറഞ്ഞ കൊല്ലക്കുന്നിന് തെക്ക് 1.5 മൈൽ അകലെ ഒരു തേവർ മലയുണ്ട്. അമ്പലമൊന്നുമില്ല. ഉയരം 2802 അടി. മേൽപ്പറഞ്ഞ നിലയ്ക്കൽ കുളവും മറ്റും 1957 ഞാൻ ചെന്ന് കണ്ടു. അതിനു മുമ്പും പിമ്പും പലരും അവയെല്ലാം സന്ദർശിച്ചിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് അയച്ച വിദഗ്ധന്മാർ അവിടമെല്ലാം സർവേ ചെയ്ത് 1618 അവരുടെ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തി. അതിന്റെ ഭൂപടം ഞാൻ കണ്ടിട്ടില്ല. ആ 19-ാം
ശതകാരംഭത്തിലെ റിപ്പോർട്ടിൽ സർവേക്കാർ നിലയ്ക്കൽ കണ്ട ചില അവശിഷ്ടങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് ഞാൻ നേരത്തെ പ്രസിദ്ധപ്പെടുത്തി. നിലയ്ക്കൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കാട്ടുജാതികളും കൂടി പാർത്തിരുന്നതാണ്. കൊല്ലം 420 വളരെ മുമ്പ് തന്നെ ഉറുമാപ്പുലി, പുലിച്ചിലന്തിയുടെയും പെരുമ്പാറ്റ അതായത് വെട്ടുകിളിയുടെയും ഉപദ്രവം മൂലം കാട്ടുജാതിക്കാർ അല്ലാത്തവർ അവിടം വിട്ട് കുടി നീങ്ങി ചെങ്ങന്നൂർ, ഇതിന് സമീപമുള്ള പന്തളം, തുമ്പമണ്ണിന് സമീപമുള്ള നരിയാപുരം, കാഞ്ഞിരപ്പള്ളി, കടമ്പനാട് മുതലായ സ്ഥലങ്ങളിലേക്ക് പോന്നു. അവരിൽ ചിലരിൽ നിന്നും പല വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അൺകോട്ട്. ശബരിമലയും ശനിയും. ശബരിമല എന്നതിനു പുറമെ ചില പാട്ടുകളിൽ ശൗര്യമല എന്നും പ്രയോഗിച്ചു കാണുന്നുണ്ട്. ശൗര്യം എന്നതിന് ശൂരത, ധീരത എന്നൊക്കെയാണ് സാധാരണ അർത്ഥമെങ്കിലും ശൗരി എന്നത് വിഷ്ണുവിന്റെ പര്യായം കൂടിയാണ്. ശൂരസേനന്റെ വംശത്തിൽപ്പെട്ടയാൾ എന്ന അർത്ഥത്തിൽ കൃഷ്ണനെയും ശൗരി എന്ന് വിളിക്കാറുണ്ട്. ശനി എന്ന അർത്ഥത്തിലും ശൗരി എന്ന പദം ഉപയോഗിക്കാറുണ്ട്. ശബരിമലയിലെ ആരാധനയിൽ ശനിയുടെ സങ്കല്പവും ഉൾക്കൊള്ളുന്നുണ്ട്. വടക്കേ ഇന്ത്യയിൽ ശനിയെ ആരാധിക്കുന്നവർ നിരവധിയുണ്ടെങ്കിലും ദക്ഷിണേന്ത്യയിൽ ഇന്ന് ആരും ശനിയെ ആരാധിക്കുന്നതായി കാണുന്നില്ല. ഒരുപക്ഷെ മുമ്പ് ശനി ആരാധന ഇവിടെയും ഉണ്ടായിരുന്നിരിക്കാം. ശാസ്താപൂജയുമായി അതിന് ബന്ധമുണ്ടായത് എങ്ങനെയാണെന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ശബരിമല എന്ന് ഇന്ന് അറിയപ്പെടുന്ന സ്ഥലത്ത് ശനിയുടെ ക്ഷേത്രം ഉണ്ടായിരുന്നിരിക്കാം. ശനിയെ ഒരു തമോഗ്രഹമായിട്ടും ദുർദേവതയായി കാണുന്നുണ്ട്. ശനിദേവന്റെ സന്ദർശനമാണെന്ന് പറഞ്ഞ് എല്ലാ ശനിയാഴ്ചയും വീടുകളിൽ എത്തുന്നവർ ശനിയുടെ പട്ടുകൊണ്ടുള്ള കറുത്ത രൂപം കൊണ്ട് നടക്കാറുണ്ട്. ഇവർ കറുത്ത വസ്ത്രവും ധരിക്കുന്നു. ശബരിമലയ്ക്ക് പോകുന്നവർ കറുത്ത വസ്ത്രമാണ് ധരിക്കുന്നത് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധാർഹമാണ്. പല സങ്കല്പങ്ങൾ. ശബരിമലയുടെ പേര് ഇന്ദുചൂടൻ പറയുന്നത് പോലെ ഐരമല എന്നാണെങ്കിൽ പുരാതന തമിഴ് കൃതികളിൽ അതേപ്പറ്റിയുള്ള ധാരാളം പരാമർശങ്ങൾ കാണാം. കൊറ്റവൈ എന്ന യുദ്ധദേവതയെ ഐരമലയിൽ പ്രതിഷ്ഠിച്ചിരുന്നതായി പുരാതനങ്ങളായ തമിഴ് കൃതികളിൽ നിന്നും മനസ്സിലാക്കാം. ദ്രാവിഡരുടെ പഴയ ഒരു പെൺദൈവമാണ് കൊറ്റവൈ. ഇപ്പോൾ ശബരിമലയിൽ കാണപ്പെടുന്ന മാളികപ്പുറത്തമ്മ ഈ കൊറ്റവൈയുടെ രൂപാന്തരമാണെന്ന് വരാം. ഹിന്ദുമതത്തെക്കാൾ മുമ്പ് കേരളത്തിൽ എത്തിയത് ബുദ്ധമതവും ജൈനമതവുമാണ്. അത് പഴയ ദൈവസങ്കല്പങ്ങളിൽ പലതിനെയും ഉടച്ചു വാർത്തു. പല ദേവതാസ്ഥാനങ്ങളും ബുദ്ധക്ഷേത്രങ്ങളോ ജൈനക്ഷേത്രങ്ങളോ ആയി മാറി. അവർ പുതുതായി പല ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ശബരിമലയിൽ ബുദ്ധമത കാലത്തിന് മുമ്പ് തന്നെ ഗിരിജനങ്ങളുടെ ഒരു ആരാധനാ സ്ഥലം ഉണ്ടായിരുന്നിരിക്കാം. ബുദ്ധമത കാലത്ത് ആ കൊറ്റവയെ രൂപാന്തരപ്പെടുത്തി മറ്റൊരു ബൗദ്ധ ദേവതയാക്കിയെന്നും വരാം. ബുദ്ധന്റെ മറ്റൊരു രൂപമായ ശാസ്താപ്രതിഷ്ഠയും അക്കാലത്ത് നടന്നതായിരിക്കണം. ബുദ്ധമതം ക്ഷയിച്ചപ്പോൾ തമിഴ്നാട്ടിലെ ഗ്രാമദേവതയായ അയ്യനാരുടെ കഥകളും 13ാം ശതകത്തിൽ ജീവിച്ചിരുന്ന അയ്യപ്പന്റെ കഥകളുമൊക്കെ അതിൽ ഇഴുകിച്ചേർന്നു. മലബാറിലെ വേട്ടയ്ക്കൊരു മകൻ അയ്യപ്പന്റെ സങ്കല്പത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള മറ്റൊരു ദൈവമാണ്. തമിഴ്നാട്ടിലെ ഗ്രാമദൈവമായ അയ്യനാർ അമ്പും വില്ലും ധരിച്ചു നിൽക്കുന്ന രൂപത്തിലുള്ളതാണ്. തമിഴ്നാട്ടിലെ ഗ്രാമീണർ ഇന്നും ഈ ദൈവത്തെ വണങ്ങുന്നു. പ്രാചീന ഗോത്രദൈവങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ രൂപാന്തരമായിരിക്കാം അയ്യനാർ. ഇന്നും നമ്മൾ അയ്യോ എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ ഗണപതി, അതായത് ഗണത്തിന്റെ അഥവാ ഗോത്രത്തിന്റെ അധിപൻ പോലെയുള്ള ഒരു ഗോത്ര ദൈവമാണ് അയ്യൻ എന്നും വരാം. പ്രാകൃതമായ ആ ദൈവസങ്കല്പം ദ്രാവിഡ ഭാഷകളിൽ ഇന്നും ജീവിക്കുന്നു. ചിത്രങ്ങളിലും വിഗ്രഹങ്ങളിലും കാണപ്പെടുന്ന ശാസ്താവിന്റെ രൂപങ്ങളും പല ദൈവസങ്കല്പങ്ങൾ അതിൽ ഇഴുകിച്ചേർന്നിട്ടുണ്ടെന്ന് തെളിയിക്കുന്നതാണ്. ശബരിമലയിലെ ശാസ്താ വിഗ്രഹം യോഗാസന രൂപത്തിലുള്ളതാണ്. എന്നാൽ സാധാരണ കാണപ്പെടുന്ന പല ചിത്രങ്ങളിലും പുലിപ്പുറത്ത് സഞ്ചരിക്കുന്ന അമ്പും വില്ലും ധരിച്ച യുവാവായിട്ടാണ് ശാസ്താവ് കാണപ്പെടുന്നത്. ഉത്തരേന്ത്യയിൽ കാണപ്പെടുന്ന വൈഷ്ണവദേവിയുടെ ചിത്രങ്ങളുമായി അവയ്ക്ക് അത്ഭുതകരമായ സാമ്യമുണ്ട്. ചില ചിത്രകാരന്മാർ അയ്യപ്പന് 4 കൈകൾ തന്നെ കൊടുത്തിരിക്കുന്നു. ഇതൊക്കെ അടുത്ത കാലത്ത് കലണ്ടർ കമ്പനിക്കാർ പ്രചരിപ്പിച്ച ചിത്രങ്ങളാണ്. എന്നാൽ മധ്യകാലത്തെ ചുവർ ചിത്രങ്ങളിൽ കാണപ്പെടുന്ന അയ്യപ്പന്റെ വാഹനം പുലിയല്ല, കുതിരയാണ്. കുതിരപ്പുറത്തിരുന്ന് മൃഗങ്ങളെ വേട്ടയാടുന്ന അയ്യപ്പന്റെ 19ാം ശതകത്തിലെ ഒരു ചുവർ ചിത്രം പുണ്ടരീകപുരത്തുണ്ട്. ആനക്കഴുത്തേറി അയ്യനും വന്നല്ലോ, അമ്പെയ്തു കൊന്നല്ലോ കൊള്ളത്തലവനെ, ഓടി ഒളിച്ചല്ലോ കാട്ടാള കൊള്ളക്കാർ, രാജാവും കൂപ്പുകൈ കൂട്ടി വണങ്ങിയല്ലോ എന്ന് ഒരു അയ്യപ്പൻ പാട്ടിൽ വർണ്ണിക്കുന്നതിൽ നിന്ന് അയ്യപ്പന്റെ വാഹനം ആനയായിരുന്നു എന്ന് മനസ്സിലാക്കാം. വെള്ള ആനപ്പുറത്ത് സഞ്ചരിക്കുന്ന രൂപത്തിലാണ് ശാസ്താവിനെ സങ്കല്പിക്കുന്നതെന്ന് ടി.എ. ഗോപിനാഥറാവു പറയുന്നു. ഇത് കേരള ഡിസ്ട്രിക്ട് ഗസറ്റീഴ്സിലുണ്ട്. കൊല്ലം 1964 എഡിഷൻ, പേജ് 174. പൂർണ്ണ, പുഷ്കല എന്നീ ഭാര്യമാരോടുകൂടി ആനപ്പുറത്തിരിക്കുന്ന രൂപത്തിലുള്ള ശാസ്താപ്രതിഷ്ഠകളും ചില സ്ഥലങ്ങളിൽ ഉണ്ട്. അയ്യപ്പന്റെ ഭാര്യമാരും മകനും. ശബരിമല ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തി യോഗാസന രൂപത്തിലുള്ളതാണ്.
ശബരിമലയ്ക്ക് പോകുന്ന ഭക്തന്മാർ ലൈംഗിക ബന്ധം ഉപേക്ഷിച്ച് വ്രതം എടുക്കണമെന്ന് നിർബന്ധമാണ്. വ്രതക്കാലത്തെങ്ങാൻ ലൈംഗിക ബന്ധമുണ്ടായാൽ പുലി പിടിക്കുമെന്നാണ് അവരുടെ ഭയം. മാത്രമോ, ആർത്തവമുള്ള സ്ത്രീകൾ ശബരിമല ദർശനത്തിന് പോകാൻ പാടില്ലെന്നും ആചാരങ്ങൾ അനുശാസിക്കുന്നു. ലൈംഗിക ജീവിതത്തോട് അയ്യപ്പന് എന്തോ വിരോധമുള്ള മട്ടിലാണ് അയ്യപ്പ വ്രതക്കാരുടെ പെരുമാറ്റം. പക്ഷേ ശബരിമല ക്ഷേത്രത്തോടനുബന്ധിച്ച് മാളികപ്പുറത്തമ്മ എന്നൊരു സ്ത്രീ ദേവതയുണ്ട്. അത് പഴയ കൊറ്റവീടെയോ മറ്റോ രൂപാന്തരമാണെന്നും വരാം. പക്ഷെ ഒരു കൂട്ടർ കരുതുന്നത് ചീരപ്പഞ്ചിറ മൂപ്പന്റെ മകളായ ചെറുകൂത്തിയുടെ പ്രതിഷ്ഠയാണ് അതെന്നാണ്. ചെറുകൂത്തി എന്ന ഈഴവ യുവതിയും അയ്യപ്പനും തമ്മിലുണ്ടായിരുന്ന ബന്ധം പല പാട്ടുകളിലും ഐതിഹ്യങ്ങളിലും കാണാം. ചീരപ്പഞ്ചിറ മൂപ്പന് പന്തളം രാജാവിന്റെ സഹോദരിയിൽ ജനിച്ച പുത്രനാണ് അയ്യപ്പൻ എന്നും കരുതുന്നവർ ഉണ്ട്. ജാതിഭ്രഷ്ട് വന്നുപോയ സ്ത്രീകളെ താഴ്ന്ന ജാതിക്കാർക്ക് കൊടുക്കുകയായിരുന്നു അന്നത്തെ പതിവ്. ആ നിലയിൽ കൊള്ളക്കാർ അപഹരിച്ചു കൊണ്ടുപോയ രാജസഹോദരിയെ ഈഴവനായ മൂപ്പൻ ഭാര്യയാക്കിയെങ്കിൽ അതിൽ അത്ഭുതമൊന്നും ഇല്ല. ചെറുകൂത്തി എന്ന ഈഴവ യുവതിയും ചീരപ്പഞ്ചിറ കുടുംബത്തിലെ അംഗമായിരുന്നു. അയ്യപ്പനും ചെറുകൂത്തിയും തമ്മിലുണ്ടായിരുന്ന പ്രണയം പാട്ടുകളിൽ വർണ്ണിക്കുന്നു. പാണ്ടിയിലേക്ക് പോകുന്നതിന് മുമ്പ് അയ്യപ്പൻ ചെറുകൂത്തി കണ്ട് യാത്ര ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു പാട്ട് ഇങ്ങനെയാണ്: മനം കവിഞ്ഞൊരു പാണ്ഡ്യൻ നാട്ടിന് പൊന്നും പെരുമാളെ സേവിപ്പാൻ പോണെങ്കിൽ പുറപ്പെട്ടു ഞാൻ കൂടെ പോരുന്നുണ്ടിപ്പോൾ. അപ്പോൾ അയ്യപ്പൻ, നീയും ഞാനും കൂടി പോകുന്ന കാര്യം നിന്നാണ് ഇപ്പോൾ ചിതം പോരാ കൂത്തിയെ, കാലം വൈകാതെ ഞാൻ പാണ്ഡ്യൻ നാട്ടിന് കനിവോട് പോകട്ടെ എന്റെ ചെറുകൂത്തി. ചെറുകൂത്തി സമ്മതിക്കാതിരുന്നപ്പോൾ എന്ത് പണയം നൽകിയാൽ വിടാമെന്ന് അയ്യപ്പൻ ചോദിച്ചപ്പോൾ തിരുമുടി പണയം വേണമെന്ന് ചെറുകൂത്തി പറഞ്ഞു അത്രേ. അപ്പോൾ അണമുല പണയം നൽകിയാൽ തിരുമുടി നൽകാമെന്ന് അയ്യപ്പൻ പറഞ്ഞു. തുടർന്നുണ്ടായ രംഗം പാട്ടിൽ ഇങ്ങനെയാണ് വിവരിക്കുന്നത്: മുല പണയം ചൊന്ന നേരം കയർത്താനെ വെറുത്താനെ, മുല പണയം ചൊന്ന നിന്റെ കുലം കെട്ടുപോകട്ടെ, മുടി പണയം ചൊന്ന നിന്റെ മുഖം അറ്റുപോകട്ടെ, അവിടെ നിന്ന് എഴുന്നള്ളി പരിചോടെ നിലപയ്യൻ. ഇങ്ങനെ അയ്യപ്പനും ചെറുകൂത്തിയും സൗന്ദര്യപ്പിണക്കം കൂടിയതായി പാട്ടിൽ നിന്ന് മനസ്സിലാക്കാം. ഭർത്താവ് എന്ന് ചെറുകൂത്തി അയ്യപ്പനെ വിളിക്കുന്നതായും കാണുന്നു. ഏതായാലും ചെറുകൂത്തി അയ്യപ്പന്റെ ഒരു ഭാര്യയായിരുന്നുവെന്ന് ഈ പാട്ടുകൾ സൂചിപ്പിക്കുന്നു. ഒരു ഈഴവ ഭാര്യ മാത്രമുണ്ടായിരുന്ന അയ്യപ്പൻ ഈഴവനായിരുന്നു എന്നാണ് കേരളത്തിലെ പല ഈഴവരും വിശ്വസിക്കുന്നത്. മാളികപ്പുറത്തമ്മ ആ ചെറുകൂത്തിയാണെന്നും അവർ കരുതുന്നു. പുഷ്കല പൂർണ്ണ എന്ന 2 ഭാര്യമാരോട് കൂടിയ അയ്യപ്പന്റെ ചിത്രങ്ങൾ ചില സ്ഥലങ്ങളിൽ കാണാം. പുഷ്കല പൂർണ്ണ സംയുക്ത പരമാത്മ സദാംഗതി എന്ന ശാസ്താവിന്റെ അഷ്ടോത്തര ശതകത്തിലുണ്ട്. സത്യകൻ എന്നൊരു പുത്രനും ശാസ്താവിനുള്ളതായി ധ്യാന ശ്ലോകങ്ങളിൽ കാണാം. ചില സ്തോത്രങ്ങളിൽ പ്രഭ എന്നൊരു ഭാര്യയും സത്യകൻ എന്നൊരു പുത്രനും ഉള്ളതായിട്ടാണ് വിവരിക്കുന്നത്. ഇതിൽ പൂർണ്ണ എന്ന സ്ത്രീയെപ്പറ്റി ഐതിഹ്യങ്ങളിൽ കൂടുതൽ വിവരങ്ങളുണ്ട്. കേരള ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച കൊല്ലം ജില്ലാ ഗസറ്റിയറിൽ അതിങ്ങനെ വിവരിക്കുന്നു. കോട്ട്: മധുര രാജാവിന്റെ രാജധാനിയിൽ ഭഗവാന്റെ, അതായത് ശാസ്താവിന്റെ ആദ്യ ദിനങ്ങളിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഏതാനും സൗരാഷ്ട്ര ബ്രാഹ്മണരായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആ സമുദായത്തിൽപ്പെട്ട പൂർണ്ണ എന്ന പെൺകുട്ടിയെ അദ്ദേഹം വിവാഹം ചെയ്തു. ഇപ്പോഴും ആ സമുദായത്തിലുള്ളവർക്ക് ഇവിടെ, അതായത് ആര്യങ്കാവിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള മൂർത്തിയിൽ വലിയ ഭക്തിയുണ്ട്. ക്ഷേത്രത്തിലെ വാർഷിക മണ്ഡല പൂജയുടെ അവസരത്തിൽ മധുരയിൽ നിന്നും നിരവധി സൗരാഷ്ട്ര ബ്രാഹ്മണർ ദേവന്റെ സംബന്ധികൾ എന്ന മട്ടിൽ വന്നെത്താറുണ്ട്. ഉത്സവത്തിന്റെ അവസാനത്തെ 11 ദിവസങ്ങളിൽ അവർക്ക് സമൃദ്ധമായ ആഹാരവും അവർക്ക് താമസിക്കുവാനുള്ള പ്രത്യേക സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. ആ സമുദായത്തിൽ നിന്ന് ഭഗവാൻ വിവാഹം കഴിച്ചതിന്റെ ഓർമ്മയ്ക്കാണിത്. 41-ാം ദിവസം സൗരാഷ്ട്ര വനിതകൾ കൈകളിൽ അഷ്ടമംഗല്യവുമായി കല്യാണ മണ്ഡപത്തിൽ വന്ന് അവിടെ നടക്കുന്ന തിരുക്കല്യാണം എന്ന ചടങ്ങിൽ സംബന്ധിക്കുന്നു. അൺകോട്ട്. മുൻ ഖണ്ഡികകളിൽ വിവരിച്ച മണ്ഡലപൂജ ഉത്സവമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. ഇതോടനുബന്ധിച്ചുള്ള ഏറ്റവും വലിയ ചടങ്ങുകളായ പാണ്ഡ്യൻ മുടിവ്, തിരുക്കല്യാണം, കുംഭാഭിഷേകം എന്നിവ അവസാനത്തെ 3 ദിവസങ്ങളിലാണ്. പൂർണ്ണയുമായുള്ള വിവാഹ അവസരത്തിൽ മധുര രാജാവ് ഒരു വലിയ പണക്കിഴി കൊടുത്തു എന്ന പാരമ്പര്യത്തെ സ്മരിക്കുന്നതാണ് പാണ്ഡ്യൻ മുടിവ്. അൺകോട്ട്. കേരള ഗസറ്റിയേഴ്സ്, കൊല്ലം, 1964 പ്രസിദ്ധീകരിച്ചത്. ചെറുകൂത്തി, പ്രഭ, പൂർണ്ണ, പുഷ്കല എന്നിങ്ങനെ 4 ഭാര്യമാർ അയ്യപ്പനുണ്ടായിരുന്നു എന്ന് ഈ ഐതിഹ്യം സൂചിപ്പിക്കുന്നു. ഇതിൽ ഒരാൾ ഈഴവ സ്ത്രീയും മറ്റൊരാൾ സൗരാഷ്ട്ര ബ്രാഹ്മണ സ്ത്രീയുമാണ്. പ്രഭ, പുഷ്കല എന്നിവരെ പറ്റി ഇതുപോലുള്ള ഐതിഹ്യങ്ങൾ ഉണ്ടോ എന്നറിയില്ല. സത്യകൻ എന്നൊരു പുത്രൻ അയ്യപ്പനുണ്ടായിരുന്നതായും ഒരു കഥയുണ്ട്. ഈ കഥകളെല്ലാം ഒരു വ്യക്തിയോട് ബന്ധപ്പെട്ടതാണോ, അയ്യപ്പ കഥകളിൽ ലയിച്ചു ചേർന്ന പല വ്യക്തികളുമായി ബന്ധപ്പെട്ടതാണോ എന്ന് തീർത്തു പറയാൻ പ്രയാസമാണ്. ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഈ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ള ഉദ്ധരണികളുടെയും രേഖകളുടെയും റഫറൻസ്, ഓരോ അധ്യായത്തിന്റെയും അവസാനവും പരിശോധിച്ച റഫറൻസുകളുടെ വിവരം പുസ്തകത്തിന്റെ അവസാനവും കൊടുത്തിട്ടുണ്ട്. അവ കാണുവാൻ അച്ചടി പുസ്തകമോ ഈ ബുക്കോ പരിശോധിക്കുക. നിരവധി പതിപ്പുകൾ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന്റെ ഈ ബുക്ക് പതിപ്പ് ഓൺലൈനിൽ വാങ്ങുവാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.